അഡ്മിറ്റ് ചെയ്യാൻ ബെഡൊന്നും ഒഴിവില്ല കേട്ടോ. തൽക്കാലം വരാന്തേ കിടത്തെ. ഡോക്ടറുടെ റൂം എവിടെയാ? ഡോക്ടർ എത്തിയിട്ടില്ല. സാധാരണ വരുമ്പോ 11:30 കഴിയും. ഇനിയിപ്പോ ലീവാണോ സംശയമുള്ളൂ. ആക്സിഡന്റ് കേസ് ആണല്ലേ? ഇവിടെ ഒന്ന് സമയം കളയാതെ വേറെ വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലും പോകുന്ന നല്ലത്. Take down this. X-ray for chest from both sides and for legs. ECG, blood test. That's all. Yearly Gundru. Okay, doctor. ഓപ്പറേഷനാ. ഈ ബില്ല് വേഗം പേ ചെയ്തോളൂ. ഇത്രയും വലിയ തുക കൈ കരുതിയിട്ടില്ല. ടെസ്റ്റുകളുടെയും ഓപ്പറേഷന്റെയും ബില്ല് അടയ്ക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യാ? ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഗോൾഡ് പണയം വെച്ച അത്യാവശ്യത്തിന് പണം അവിടുന്ന് കിട്ടും. ഡോക്ടർ. യെസ്. ഓപ്പറേഷൻ കഴിഞ്ഞ ആ പേഷ്യന്റ് മരിച്ചോന്നൊരു സംശയം. മരിച്ചോട്ടെ, അതിനെന്താ? ബില്ലെല്ലാം അടച്ചതല്ലേ? അടച്ചതാ. അപ്പോ ബന്ധുക്കളെയൊക്കെ വിവരം അറിയിച്ചോട്ടെ? സ്കാനിങ് നടത്തിയതല്ലേ? ഇല്ല. എന്നാ ഓൾ ബോഡി സ്കാനിങ് നടത്തി അതിന്റെ ബില്ലൂടെ അടപ്പിച്ചിട്ട് ബന്ധുക്കളെ അറിയിച്ചാൽ മതി. അയ്യോ, ഡെഡ് ബോഡി സ്കാൻ ചെയ്യാനോ? പറയുന്ന അങ്ങ് ചെയ്താൽ മതി. ഓക്കെ ഡോക്ടർ. ഈ ബില്ലും കൂടി അടച്ചിട്ട് ഡെഡ് ബോഡി കൊണ്ടുപോയിക്കോളൂ.
ഒരു ത്രോട്ട് സ്പെഷ്യലിസ്റ്റിനെ കാണണമായിരുന്നു. തൊണ്ടയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് രോഗമൊന്നുമില്ല, വെറുതെ ഒരു ചെക്കപ്പ്. രോഗമുണ്ടോ ഇല്ലയെന്ന് നിങ്ങളല്ല ഡോക്ടറെ തീരുമാനിക്കേണ്ടത്. വെരി കറക്റ്റ്. ഇത് പലർക്കും അറിയില്ല. സ്പെഷ്യലിസ്റ്റ് ആരെന്ന് പറഞ്ഞില്ല. ഡോക്ടർ നമ്പ്യാരെ കണ്ടാ മതി. ആ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഡോക്ടർ നമ്പ്യാരായിരിക്കും ബെസ്റ്റ് എന്ന്. ഈ നമ്പ്യാർ എന്ന പേരുണ്ടെങ്കിൽ തന്നെ ആള് വളരെ എഫിഷ്യന്റ് ആയിരിക്കും. കേട്ടിട്ടില്ലേ? കുഞ്ചൻ നമ്പ്യാർ, എം.എൻ. നമ്പ്യാർ. നിങ്ങളുടെ പേര് പറഞ്ഞോളൂ. അയ്യോ, ഞാനല്ല പേഷ്യന്റ്, ഇവനാ. കുഞ്ഞിനാലും ഒരു കരപ്പം വന്നതിന് ശേഷം എനിക്ക് ഇവന് അസുഖങ്ങളെ വന്നിട്ടില്ല. എന്റെ ബോഡി. പേഷ്യന്റിന്റെ പേര് പറയൂ. ജോജോ ജോൺസൺ. ജോജോ ജോൺസണോ? അല്ല, വെറും ജോൺസൺ. ഇനീഷ്യൽ? ഓ ഇനീഷ്യൽ? ഓ ഇനീഷ്യൽ എന്താണെന്ന്? അതാ പറഞ്ഞത്. ഓ ഔസേപ്പച്ചന്റെ ഓ. 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 വയസ്സെത്രയായി? 21. ഇവിടുത്തെ രജിസ്ട്രേഷൻ ഫീസ് 300 രൂപയാണ്. എത്ര? 300. വെറുതെ അല്ല ഇവിടെ വന്നതിന് ശേഷം പലർക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നത്. വാ. ചേട്ടാ, ചേട്ടൻ എന്തിനാണ് എന്റെ പേര് മാറ്റി പറഞ്ഞത്? എടാ മണ്ട, ഒരു സിനിമയിലെ പാടിയിട്ടുള്ളെങ്കിൽ നീ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. പ്രശസ്ത പിന്നണി ഗായകനായ റാഫേലിന് തൊണ്ടയ്ക്ക് അസുഖം എന്ന് പറഞ്ഞാൽ അത് നിന്റെ കരിയറിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അല്ലെങ്കിൽ തന്നെ പുതുതായിട്ട് വരുന്ന പിന്നണി ഗായകരെ എങ്ങനെ ഒതുക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക ആൾക്കാർ. അതുകൊണ്ട് ആ ചികിത്സയൊന്നും മദ്രാസിൽ വേണ്ടാന്ന് വെച്ചത്. ഏതെങ്കിലും പത്രക്കാരോ സിനിമക്കാരോ അറിയുന്നതിന് മുമ്പ് ചികിത്സയും കഴിഞ്ഞ് നമുക്ക് സ്ഥലം വിടാം. അതുകൊണ്ട് ഇനി മുതൽ നീ റാഫേൽ അല്ല, ജോൺസനാ. മനസ്സിലായോ ജോൺസൺ? ഓ കറക്റ്റ്. ഓ ജോൺസൺ. ആ വാ. അതൊക്കെ ആൾക്കാർ പറഞ്ഞ് പരത്തുന്നതല്ലേ. അവൻ ഒരു അസുഖവും ഇല്ലായിരുന്നു, വെറുതെ ഒരു തൊണ്ടവേദന തുടങ്ങിയതാ. പരിശോധിച്ചപ്പോ തന്നെ ഡോക്ടർക്ക് സംശയം തോന്നി, അഡ്മിറ്റ് ചെയ്യാനും പറഞ്ഞു. 1-2 ആഴ്ച കഴിഞ്ഞ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നപ്പോഴാ അറിയുന്നത് തൊണ്ടയിൽ ക്യാൻസർ ആണെന്ന്. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നിട്ടിപ്പോ എങ്ങനെയുണ്ടാകാൻ? ഓപ്പറേഷൻ കഴിഞ്ഞതോടെ കഴുത്തിന്റെ നീളം 2 ഇഞ്ച് കുറഞ്ഞു, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതായി. വേദന എന്ന് പറഞ്ഞാൽ എന്തൊരു വേദന! രോഗികളുടെ മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ചെറ്റത്തരാ. നിങ്ങൾക്ക് വല്ല സംസാരിക്കണേ വല്ല മൂത്രപ്പരയിലും പോയി സംസാരിക്കണം. അതല്ല ആശാനെ, ഈ പറഞ്ഞ കക്ഷി ഇന്നലെ മരിച്ചു, അതുകൊണ്ട് പറഞ്ഞതാ. എങ്ങനെയുണ്ട് സിസ്റ്റർ? എന്ത്? അല്ല, അകത്തെ പേഷ്യന്റ്. ഓ അതാണോ? ആ. നമ്മള് പേഷ്യന്റ് ആരാ? സുഹൃത്തെന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. സഹോദരങ്ങളെ പോലെയാ ഞങ്ങള്. ഞങ്ങള് അത്രയ്ക്ക് എന്താ പേര്? അടിപൊളി. തല്ലിപ്പൊളിയോ? അല്ലല്ല, അടിപൊളി. ഈ സെഞ്ചുറി ഗാനമേള ട്രൂപ്പില് മാപ്പിള പാട്ടുകളും തമിഴ് പാട്ടുകളും ഒക്കെ പാടുന്ന അടിപൊളി അയ്മുട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ല? അയ്യോ, ഞാൻ കേട്ടിട്ടില്ല. അത് ഞാനാണ്, ട്രൂപ്പിന്റെ ഓണറും കൂടിയാണ്. അത് ശരി. അതിന് ഞാനിപ്പോ എന്താ വേണം? അല്ല, റാഫ് ജോൺസൺ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ല. റാഫ് ജോൺസണോ? അല്ല, ഓ ജോൺസൺ, അകത്തെ patient. ഓ അങ്ങനെ ഒന്നും പറയാറായിട്ടില്ല. ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് വേണ്ടി വരും. കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടിയും വരും. ഇതാണ് റൂം. ആ, ഐശ്വര്യമായിട്ട് കയറി ഇങ്ങ് കിടന്നോ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ വന്ന് ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇതൊരു ഹോസ്പിറ്റലാണെന്നും നീ ഒരു രോഗിയാണെന്നും ഉള്ളതൊക്കെ അങ്ങ് മറന്നേക്ക്. എനിക്കെന്താ അസുഖം? കൊടച്ചക്രം പറഞ്ഞാ മനസ്സിലാവില്ലേ? ഒരു അസുഖമില്ല, ജസ്റ്റ് ചെക്കപ്പ്. ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ നമ്മൾ റൂം എടുത്തിരിക്കുന്നു. ആ ഒരു മൂഡിൽ അനങ്ങാതെ അങ്ങ് കിടന്നാ മതി. വലിയ വിശേഷം ചോദിക്കാനും വർത്തമാനം പറയാനും നിൽക്കണ്ട. മനസ്സിലായോ? പൊള്ളി. ഗോപാൽജി, ഗോപാൽജി, ഞാൻ നിന്നെ വിളിക്കാൻ പോയായിരുന്നു. കുരുത്തം കെട്ടവൻ. ഞാനൊന്ന് സുഖമായിട്ട് ഉറങ്ങി. എടാ, 500 കിലോമീറ്റർ വണ്ടി ഓടിച്ചപ്പോഴേക്കും നീ ഉറങ്ങിപ്പോയോ? 500 കിലോമീറ്ററോ? ഇവിടുന്ന് കമ്പം വരെ 650 കിലോമീറ്റർ ഉണ്ട്, അറിയാം? അതെ, 650 കിലോമീറ്റർ ഉണ്ട്. അതിൽ 150 കിലോമീറ്റർ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഈ വണ്ടി ആരോടിച്ചു? ഞാൻ ഓടിച്ച്. അയ്യോ, ആയിഷറാദ ചവൻ എന്നെ കിട്ടില്ല. ഇനി ശവത്തിന്റെ കൂടെ കൂട്ടിരുന്ന പരിപാടി വേണ്ട, ഞാൻ നിർത്തി. എടാ, നീ അങ്ങനെ പറയൂ. ഈ ശവത്തിന്റെ കൂടെ ഒറ്റയ്ക്കിരുന്ന് യാത്ര ചെയ്യാൻ എനിക്ക് പേടിയാന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ. എടാ, വെറുതെ അല്ല, നിനക്ക് കഞ്ഞിയും കപ്പയും ചോറും ബ്രാൻഡി 50 രൂപ തരുന്നില്ലേ? അതൊക്കെ ശരിയാ. രാവിലെ തന്നെ നീ വൃത്തിയായിട്ടവനെ കുടിക്കല്ലേ, നീ മദ്യം പേസ്റ്റ് ആക്കല്ലേ.
എടാ മദ്യം പേസ്റ്റ് ആക്കല്ലേ. ഇഞ്ഞുണ്ട് നീ. അങ്ങനെ ഇന്നത്തെ പല്ല് തേപ്പും കുളിയും കഴിഞ്ഞു. എടാ നിനക്ക് എന്തെങ്കിലും ഒന്ന് കുളിച്ചൂടെ? ഒരാഴ്ച ആയില്ലേ കുളിച്ചിട്ട്? വേണമെങ്കിൽ 2 കെട്ട സോപ്പ് ഞാൻ വാങ്ങിച്ചുതരാം. സോപ്പും ഡ്യൂട്ടിക്ക് സമയമായി. നല്ലൊരു ചെറുപ്പക്കാരൻ, കാണാനും നല്ല ഭംഗി, നല്ല ആരോഗ്യവും. ഇവനൊന്ന് കുളിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് ആകാമായിരുന്നു. വസ്ത്രം മാറാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ? ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഞാൻ വാൺ ചെയ്യുന്നത്? മാഡമോ മറ്റോ വന്നത് കണ്ടിരുന്നെങ്കിൽ ഞാൻ സഹിക്കില്ല. ഇത് സ്നേഹലതയല്ലേ കണ്ടുള്ളൂ. എന്നാലും തെറ്റ് സംഭവിച്ചു കൊടുക്കരുത്. ചെയ്തു പോയത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ പ്രായച്ചിത്തമായി എന്നെ തന്നെ വിവാഹം കഴിച്ചോളൂ. അയ്യടാ, വിവാഹം കഴിക്കാൻ പറ്റിയ ഒരു സ്പെസിമൻ. ഈ സ്പെസിമിൻ എന്താണ് ഒരു കുഴപ്പം? കുഴപ്പങ്ങളേ ഉള്ളൂ. ആ. അതെ, ഒരു അറ്റൻഡർക്ക് അറ്റൻഡറേതായ സ്വപ്നങ്ങൾ മാത്രം മതി. ആ സ്വപ്നങ്ങളിലെ എല്ലാം നായിക സ്നേഹലത തന്നെയാണ്. അത് തല്ലുകൊള്ളാത്തതിന്റെ അസുഖമാണ്. ആ. അതെ, എന്റെ ജാതകത്തിൽ കോടീശ്വരനായ ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസത്തേക്കായിരിക്കും. ഒരുമാതിരി അനാവശ്യം പറയരുത്. ഡ്യൂട്ടി സമയത്ത് ഞാൻ തുണി മാറിക്കൊണ്ട് നടന്നാ മതിയോ? ഈ ബില്ല് കൊണ്ടുവന്ന് 204 കൊണ്ടിട്ട് സി ബ്ലോക്കിലേക്ക് പോകുന്നുള്ളൂ. സ്നേഹലത, ഓ, ഈ പെൺകുട്ടിക്ക് ആരാണ് സ്നേഹലത എന്ന് പേരിട്ടത്? അച്ചടി ഭാഷയെ അടക്കമില്ലാത്ത പ്രകൃതം. എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹലതേ. ഇപ്പൊ വെടി തീർന്നേനെ. ഓർമ്മശക്തി ഉണ്ടാകാനും ശബ്ദം നന്നാകാനും ഒക്കെ ഓറഞ്ച് നല്ലതാണെന്നാണ് പറയുന്നത്. എന്നാരാ പറഞ്ഞത്? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? ചൂടോടെ ഒരെണ്ണം കഴിച്ചു നോക്ക്. ഈ ബില്ലൊന്ന് പോയി. ഹലോ ഹലോ എന്ന് വിളിക്കാൻ ടെലിഫോണിൽ സംസാരിക്കാമോ? സാർ, അത് സാർ എന്ന് വിളിക്കാൻ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ചേട്ടാ എന്ന് വിളിക്കാൻ ഞാൻ തന്നെ ബന്ധുവാണ്. ബ്ലഡി ഫൂൾ. സർ, അല്ല, എന്നൊക്കെ ഡോക്ടേഴ്സ് അറ്റൻഡേഴ്സിനെ വിളിക്കുന്ന കേൾക്കുമ്പോ എന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കും. ഞാൻ എന്താ വിളിക്കേണ്ടത്? ഗോപാൽജി എന്ന്. ഗോപാൽജി. ഈ ECG എന്തിനാ എടുക്കുന്നത്? അസുഖം തൊണ്ടയ്ക്കല്ലേ? തൊണ്ടയും ഹൃദയവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഹൃദയം തകരാറിലായാൽ മൊത്തത്തിലെല്ലാം തകരാറിലാകാം. ECG, സ്കാനിങ്, എക്സ്റേ, കൾച്ചറിങ്, ബയോപ്സി. ഇനി ഏതെങ്കിലും മെഷീൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് കൂടെ എഴുത്. പാവങ്ങൾ എങ്ങനെ കഴുത്തറക്കരുത് കേട്ടോ. പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ ആശുപത്രിയുണ്ട്. ഇത് സമ്പന്നന്മാർക്ക് വേണ്ടി സമ്പന്നന്മാർ പണിത 5 സ്റ്റാർ ഹോസ്പിറ്റൽ. മാരകമായ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ഇതുപോലെ നിരവധി ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. അഹങ്കാരം ലേശം കുറയ്ക്കണം കേട്ടോ. പേഷ്യന്റ് അല്ല നോക്കത്തില്ല, തനിക്കും ടെസ്റ്റുകൾ എഴുതി തരും. മറ്റേ കല്ല് പൊട്ടിക്കുന്ന ടെസ്റ്റ് അറിയോ? ഇതൊന്നും കേട്ട് പേടിക്കണ്ട. ഈ ടെസ്റ്റുകളൊക്കെ അവരുടെ ഓരോ ബിസിനസ് ട്രിക്കുകളാ. ബില്ല് എത്രയാ? 260. പിന്നെ ഒരു 0 കൂടെ ഉണ്ട്, 2600. അത് കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ഇങ്ങനെ വെറുതെ മൂടോട്ടായിട്ടിരിക്കരുതേ. കുറച്ചു നേരം പാട്ട് കേട്ടോണ്ടിരിക്കും. നീ പാടിയ കാസറ്റ് തന്നെ ഉണ്ട്. ഞാൻ പോയി ബില്ലൊന്ന് അടച്ചിട്ട് വരാം. ഓക്കെ? സോറി ഡോക്ടർ. സാരമില്ല, കേട്ടോളൂ. വോളിയം കൂടാതിരുന്നാ മതി. ക്ലാസിക്കൽ മ്യൂസിക് വളരെ ഇഷ്ടമാണല്ലേ? അതെ. എന്താ പേര്? ജോൺസൺ. അപൂർവ രാഗത്തിലുള്ള ഈ കീർത്തനം ആര് പാടിയതാണെന്ന് അറിയോ ജോൺസന്? ഒരു പുതിയ ഗായകനാ, റാഫേൽ. റാഫേലിന്റെ ഒരു കച്ചേരിയുടെ കാസറ്റ് ഞാൻ ഈ അടുത്തിടയ്ക്ക് കേട്ടു. റിയലി ഫാന്റാസ്റ്റിക്. ഡോക്ടർക്ക് ശാസ്ത്രീയ സംഗീതം ഇഷ്ടമാണോന്നോ? നല്ല കാര്യായി. ഒരു സംഗീതജ്ഞയാകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്ത് ചെയ്യാം, ഡോക്ടറായിപ്പോയി. ഡോക്ടർ നമ്പ്യാരുടെ പേഷ്യന്റ് ആണല്ലേ? അതെ. എന്താ അസുഖം? തൊണ്ടയ്ക്കൊരു ചെറിയ വേദന. എന്ത് അസുഖത്തിനും സംഗീതം ഒരു നല്ല മരുന്നാ. ഗുഡ് മോർണിംഗ്. പാട്ട് വെക്കാൻ എന്താ ഉത്സവപ്പറമ്പോ? വോളിയം കുറച്ച് വെച്ചോളാൻ ഇപ്പൊ പോയ ഡോക്ടർ പറഞ്ഞു. താൻ ഡോക്ടർ സുബ്ബലക്ഷ്മിയുടെ പേഷ്യന്റ് അല്ല, എന്റെ പേഷ്യന്റ് ആണ്. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. മനസ്സിലായോ? നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ ശത്രുക്കളെ പോലെ പെരുമാറാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഒരു ഡോക്ടർ പാലിക്കേണ്ട സാമാന്യ മര്യാദ അതുപോലും സുബ്ബലക്ഷ്മി മറക്കുന്നു. ലുക്ക്, തന്റെ ഭാര്യയാണെന്നുള്ള ഒരൊറ്റ കൺസിഡറേഷൻ കൊണ്ടാണ് ഞാനതൊക്കെ സഹിക്കുന്നത്. സ്വന്തം ഹോസ്പിറ്റലാണെന്ന് കരുതി മറ്റുള്ളവരെങ്ങനെ തരം താഴ്ത്തരുത്. നമ്പ്യാരുടെ പേഷ്യന്റ് മുറിയിൽ സുബ്ബലക്ഷ്മിക്ക് എന്താ കാര്യം? അപ്പോഴേക്ക് MD യുടെ അടുത്ത് കംപ്ലൈന്റ് എത്തിക്കഴിഞ്ഞോ? മിസ്റ്റർ നമ്പ്യാർ, നിങ്ങളുടെ പേഷ്യന്റിന്റെ മുറിയിൽ ഒരു വിസിറ്റർ എന്ന നിലയിലാണ് ഞാൻ കയറിയത്. അവിടെ വിസിറ്റേഴ്സിനെ നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ. ആ റൂമിൽ പാട്ട് വയ്ക്കാൻ എന്തിനു അനുവാദം കൊടുത്തു? ആ വാർഡിൽ പല ഹൃദ്രോഗികളുള്ളതാണ്. അല്പ സംഗീതം കേട്ടതുകൊണ്ട് ആരുടെ ഹൃദയം അങ്ങനെ പൊട്ടിപ്പോകുന്നില്ല. സംഗീതം കൊണ്ട് രോഗങ്ങൾ വരെ മാറ്റാൻ കഴിയുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങളൊക്കെ സ്വന്തം രോഗികളുടെ അടുത്ത് മതി. എന്റെ പേഷ്യന്റ് വെറുതെ വിട്ടേക്കൂ.
ഇറ്റ്സ് എ റിക്വസ്റ്റ്. എന്താ ലക്ഷ്മി ഇത്? അയാൾക്ക് കോംപ്ലക്സാ, അല്ലെങ്കിൽ എന്നോടുള്ള ഒരു തരം പ്രൊഫഷണൽ ജലസ്, അത്രേ ഉള്ളൂ. നമ്പ്യാരുടെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? കൂടെ പഠിച്ചിരുന്ന ഫ്രണ്ട്സിനെ സ്റ്റാഫാക്കി വെച്ച് എങ്ങനെയൊക്കെ ഇരിക്കും. ഓക്കെ, ലീവ് ഇറ്റ്. ഹലോ ഹലോ, ഞാൻ അയ്മൂട്ടിയാണ്. മമ്മൂട്ടിയോ? മമ്മൂട്ടിയും ചമ്മട്ടിയും ഒന്നുമില്ല, അയ്മൂട്ടി. സെഞ്ചുറി ഗാനമേള ട്രൂപ്പിന്റെ ഓണർ, അടിപൊളി അയ്മൂട്ടി. ട്രൂപ്പ് വൈകാതെ കൃത്യസമയത്തിന് എത്തിയേക്കണം. വെറുതെ സംഘാടകർക്ക് ടെൻഷൻ ഉണ്ടാക്കരുത്. ചേട്ടാ, ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. നാളത്തെ ഗാനമേള ഒരു 2 ആഴ്ചത്തേക്കൊന്ന് മാറ്റി വെക്കണം. വെറുതെ തോന്നിവാസം പറയരുത്. നാടടച്ച് ടിക്കറ്റ് വിട്ടിരിക്കുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഏട്ടാ. റാഫേല് ഒരു ആഫ്രിക്കൻ പര്യടനത്തിന് പോയതാ. ആക്ച്വലി ഇന്നത്തെ ഫ്ലൈറ്റിൽ എത്തേണ്ടതാ. പക്ഷെ ഒരു കുഴപ്പം പറ്റി. അതെ, ഗാനമേളയില് അവൻ AR റഹ്മാന്റെ 1-2 അടിപൊളി പാട്ടുകൾ പാടിയായിരുന്നേ. അത് കേട്ടിട്ട് കാട്ടുവർഗക്കാര് അത് അവരുടെ പാട്ടാണെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും അവനെ കൊണ്ട് പാടിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ആഴ്ച വിടും. അഭ്യാസമൊക്കെ കയ്യിൽ വെച്ചാ മതി. നാളെ കൃത്യസമയത്ത് പ്രോഗ്രാം നടത്തിയില്ലെങ്കിൽ നിന്റെ ഒക്കെ കൈയും കാലും തല്ലി ഒടിക്കുള്ളൂ. ഹലോ, പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തല്ല ഉറപ്പായി. ഹലോ, കാശ് തന്നില്ലായിരുന്നല്ലേ? നാളത്തെ ഗാനമേള മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് സംഘാടകർ സമ്മതിക്കുന്നില്ല. മിക്കവാറും അവരുടെ തല്ലുകൊണ്ട് ഞാനും ഇവിടെ അഡ്മിറ്റ് ആവുന്ന ലക്ഷണമാണ് കാണുന്നത്. ഞാൻ കാരണം ചേട്ടനാകെ ബുദ്ധിമുട്ടായല്ലേ? പോടാ അവിടുന്ന്. ഒരാഴ്ച കഴിഞ്ഞാൽ നിന്റെ ഈ അസുഖം മാറില്ലേ? പിന്നെ നമുക്ക് ഡെയിലി ഗാനമേള റെക്കോർഡിംഗ് ആയിരിക്കില്ലേ? വരുന്നു വെള്ള പാന്റ് ഇട്ട് വിധി വേഷം. എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ഇത് എവിടുന്ന് കിട്ടിയെന്ന്? ആ, ഇത് അടുത്ത മുറിയിൽ നിന്ന് സംഘടിപ്പിച്ചതാ. ദാ, ഇനി ശബ്ദം പുറത്ത് കേൾക്കുന്ന പരാതി വേണ്ടല്ലോ. പിടിച്ചോളൂ. താങ്ക് യു. ഇതിനും ബില്ല് വരുമോ? ചിലപ്പോ വന്നിരിക്കും. ടെസ്റ്റിന്റെ ഫീസ് അടച്ചോ? അടച്ചു. എന്താ പുതിയ ബില്ല് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അത് പിന്നാലെ വന്നോളൂ. തൽക്കാലം അടച്ച ഫീസിന്റെ റെസിപ്റ്റ്സ് അക്കൗണ്ട് സെക്ഷനിൽ കൊടുക്കണം. ചേട്ടൻ അങ്ങോട്ടല്ലേ പോകുന്നത്? ഇതൂടെ കൊടുത്തേക്ക്. ചുമ്മാ ചൊറിയും കുത്തി ഇവിടെ ഇരിക്കുകയല്ലേ? കൊണ്ടുപോയി കൊടുക്കണോ? എനിക്ക് 307 പേഷ്യന്റിന് എനിമ കൊടുക്കണം. ഞാൻ തന്റെ സെർവന്റ് ആണോ? ഒരു മനുഷ്യ പറ്റില്ലാത്ത വർഗം. ആദ്യം ഇവനൊക്കെ എനിമ കൊടുക്കേണ്ടത്. ഞാൻ കേട്ടോ? അല്ല, പേഷ്യന്റ് ആണോ അല്ലയോ നോക്കത്തില്ല, തനിക്കും തരും എനിമ. കേട്ടു. എന്താണോ? ഞാൻ ഇത് കൊടുത്തിട്ട് കേട്ടോ. ഞാനിത് കൊടുത്തിട്ട് വരാം. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടു. ഭാഗ്യത്തിന് അദ്ദേഹം എന്നെ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ നീ ആശുപത്രിയിലുള്ള വിവരം നാട്ടിൽ പാട്ടായനെ. ആരാ? നിന്റെ ഗുരു രാമസ്വാമി ഭാഗവതർ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി. വിവരങ്ങളെല്ലാം ഭാഗവതർ അറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കും. കാര്യം അസുഖമൊന്നുമില്ല എന്നുള്ളത് നമുക്കല്ലേ അറിയൂ. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നമുക്ക് അനുഗ്രഹം വാങ്ങാം. എന്താ പോരെ? ഞാൻ ഇറച്ചി വിട്ട് താളത്തിലെ വായിക്കാൻ പറ്റുള്ളൂ ഈ ചെണ്ട നിനക്കൊക്കെ? മനുഷ്യനെ മനസ്സമാധാനായിട്ട് ഇറച്ചി വിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല അച്ഛാ. ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളാ. ആ, മര്യാദക്ക് ജനാലയൊക്കെ അടച്ചോളണം. ഇനി ഇവിടുന്ന് സാധന അക്ഷരം കേട്ടില്ല. എന്താ കാർലോസ് ഇത്? ഇതൊരു സരസ്വതി ക്ഷേത്ര. ഇവിടെ കത്തിയും ചോരയായിട്ടൊക്കെ കയറി വരാന്ന് വെച്ചാ
ഹൈ ഒന്ന് വേഗം ഇറങ്ങി പോവുക. ഞാൻ പോയിക്കോളാം. പക്ഷെ സാമിയുടെ അച്ഛൻ ഉണ്ടക്കാരനല്ലേ, അവൻ ആള് തരിയിട്ടാണ് കേട്ടോ. അവൻ കാരണം എന്റെ പേരെല്ലാം മുറിഞ്ഞേ. എങ്ങനെ? ആ പിശാചിന്റെ താളം ശരിയല്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കാർലോസ് തൽക്കാലം ഒന്ന് ഇറങ്ങി പോവുക. ഏറ്റല്ലോ. എനിക്ക് എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാ പറഞ്ഞേ. ആ കന്നാലി, എത്ര നേരമായി നിന്നെ തിരക്കണമെന്ന് അറിയോ? തോല് കൊണ്ട് കൊടുക്കാൻ വേണ്ടി നീ ഇവിടെ വന്ന് പാട്ട് കേട്ട് നിൽക്കേ. നടക്കണ ശവി അങ്ങട്. സാമ്പാർ, ഇറച്ചിക്കറി, അപ്പനും മോനും 2 തരത്തിലുള്ള കറികൾ വെച്ച് വിളമ്പായി എനിക്ക് ബുദ്ധിമുട്ടാ. ഇങ്ങനെയാണെ വീട്ടു ജോലിക്ക് വേറെ ആളെ നോക്കിയോ. എന്തൂട്ടി ചെയ്യാനാ എന്നെ ചേർത്തിയാലേ? ഇവൻ നമ്പൂരിശനല്ലേ ഇറച്ചി മീനും കൂട്ടാണ്ടിരിക്കാൻ. ശവി, ഓരോ കുട്ടികൾ നല്ല മൂരിയുടെ നാക്കും കള്ളും തേടി നടക്കാണ്. കശാപ്പുകാരന്റെ മോനായിട്ട് ഈ കന്നാലിക്ക് അതൊന്നും വേണ്ട. എന്തൂട്ടാ ചെയ്യാ? കുട്ടികളായ എല്ലാം തിന്നു പഠിക്കണം. കൂട്ടിയാ കൂടില്ല. ആണും പെണ്ണുമായിട്ട് ആയുള്ള ഒരുത്തനാ. ചെണ്ടക്കോല വീടിനടുത്ത് വായിട്ട് നോക്കി നിൽക്കും. അല്ലാണ്ട് ഈ കന്നാലിനെ കൊണ്ട് എന്തുട്ടാ ഉപകാരം? അപ്പോഴേ നാളെ വെളുപ്പിനെ എഴുന്നേറ്റ് എന്റെ കൂടെ ഇറച്ചിക്കടയിലേക്ക് വന്നോളണം. ഇല്ലെങ്കിൽ തണുത്ത വെള്ളം തലയിലേക്ക് ഊറ്റി ഞാൻ പറഞ്ഞില്ലേന്ന് വേണ്ട. നോക്കിയിരിക്കാണ്ട് വാരി വലിച്ച് അങ്ങോട്ട് തിന്നടാ. തിന്നടാ മൂരി. മുറുക്കി പിടിച്ചോളണം കേട്ടോ, കിടന്ന് തുള്ളും. അച്ഛൻ ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. എന്റെ കാലം കഴിഞ്ഞാ ഈ തൊഴില് കൊണ്ടു നടക്കേണ്ട ചെക്കനാ. അവനിങ്ങനെ ഒരു കാര്യത്തിലും താല്പര്യമില്ല അച്ഛാ. കർത്താവിന്റെ കൃപ കൊണ്ടാ ഇന്നലെ ആ മാടിന്റെ തൊഴിൽ കൊണ്ട് ഞാൻ ചാവാണ്ടിരുന്നേ. നാവിക്കാ തൊഴിച്ചേ, മൂത്രം പോയിട്ടില്ല. അല്ല, ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകാനുള്ള പ്രായമൊക്കെ നിനക്കായില്ലേ? തൊഴിലിൽ അപ്പച്ചനെ സഹായിക്കേണ്ടത് ഒരു മകന്റെ കടമയാണ്. പിന്നെ നീ എന്തിനാ കുഞ്ഞെ ഇങ്ങനെ അനുസരണക്കേടൊക്കെ കാണിക്കുന്നത്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? കൊല്ലുന്നതും വെട്ടി മുറിക്കുന്നതും കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് വയ്യച്ചോ. ഏ? അപ്പച്ചനോട് ഇങ്ങനെയുള്ള പണി ചെയ്യണ്ടെന്ന് അച്ഛൻ ഒന്ന് പറയണം. ഓഹോ, നിന്നെ ഉപദേശിക്കാൻ വന്നപ്പോ നീ അപ്പച്ചനെ ഉപദേശിക്കാൻ പറയുന്നു? എടാ റാഫേലെ, കൊന്നാ പാപം തിന്നാ തീരുവെന്നാ പറയുന്നത്. പ്രകൃതിയിൽ തന്നെ ഒരു ആഹാര ശൃംഖലയുണ്ട്. ധാന്യങ്ങളായിട്ട്, പഴവർഗ്ഗങ്ങളായിട്ട്, പച്ചക്കറികളായിട്ട്, അതിൽപ്പെട്ട തന്നെയാണ് ഈ മത്സ്യവും മാംസവും. മാത്രവുമല്ല, സുവിശേഷം വായിക്കുമ്പോൾ നീ ശ്രദ്ധിക്കാറില്ലേ? കൊഴുത്ത കാളക്കുട്ടിയർത്ത് നിനക്ക് ഞാൻ അത്താഴമൊരുക്കാം. എടാ, നമുക്ക് ഭക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് ചില ജീവികളെ ദൈവം തമ്പുരാൻ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. മനസ്സിലായോ? കൊല്ലുന്നത് പാവമാണെന്ന് 10 കൽപ്പനകളിൽ പറഞ്ഞിട്ടില്ലേ അച്ചോ? പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പശുക്കളെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ടില്ല. ആ മിണ്ടാപ്രാണികൾ എന്തിനാ കൊല്ലുന്നത്? ഉണ്ണി ഈശോ ജനിച്ചത് അവരുടെ തൊഴുത്തിലല്ലേ? അതൊക്കെ തിന്നാൻ കൊടുത്ത വൈക്കോലിലല്ലേ ഉണ്ണി കിടന്നിരുന്നത്? എന്നിട്ട് ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കുമ്പോ അതുങ്ങളെ തന്നെ കൊന്നു തിന്നുന്നു. കഷ്ടമുണ്ടച്ചോ. എന്നും പറഞ്ഞ് ഇറച്ചി മീനുമില്ലാതെ ക്രിസ്മസ് ആഘോഷിക്കാൻ പറയാൻ പറ്റുമോ? അടുത്ത ക്രിസ്മസിന് എല്ലാവരും പുളിശ്ശേരിയും സാമ്പാറും വെച്ചുണ്ടാ മതി എന്ന് ഞാൻ പറഞ്ഞാൽ ഈ ഇടവകക്കാര് സകല ബഹുമാനവും മറന്ന് എന്റെ മേത്ത് കൈവെക്കും. ആദ്യം അടിക്കുന്നത് നിന്റെ അപ്പൻ വിശുദ്ധ കാർലോസ് ആയിരിക്കും. അല്ല, എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ഞാൻ ചോദിക്കുക. അപ്പന്റെ തൊഴിൽ താല്പര്യമില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? ഒരു കാര്യം ചെയ്യാം. വിൻസെന്റ് ഇപ്പോൾ സൊസൈറ്റിയുടെ പ്രസ്സിൽ കൊണ്ട് ഇതിനെ ആക്കി തരട്ടെ. വേണ്ടച്ചോ. പിന്നെ എനിക്ക് സംഗീതം പഠിച്ചാ മതി. സംഗീതം പഠിക്കണമെന്നാ? കൊല്ലും ഞാൻ ശവിയെ. കശാപ്പുകാരന്റെ മോനെ കന്നാലിന്റെ തോല് കഴിയാൻ മതി കേട്ടോ. അച്ഛൻ അവന്റെ വാക്ക് കേട്ട് വക്കാലത്ത് പറയാൻ വന്നേക്കാണ്. എന്റെ കർത്താവേ, നിങ്ങൾ അപ്പനും മോനും എങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? ഒരു കാര്യം ചെയ്യും, 2 പേർക്കും കുഴപ്പമില്ലാത്തൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. റാഫേലെ, നിനക്ക് പാടാനുള്ള വാസന ഉണ്ടെങ്കിൽ ഞായറാഴ്ച പള്ളിയിലെ കൊയറി ചേർന്നൊരു പാട്ട് അങ്ങോട്ട് പാടിക്കൂ. ബാക്കി സമയം നീ അപ്പച്ചനെ സഹായിച്ചിരിക്കണം കേട്ടോ. എന്താ കാർലോസേ? ഒന്ന് സമ്മതിക്കണ്ടേ കാർലോസേ? പള്ളിപ്പാട്ട് പാടിക്കോട്ടെ, ദൈവകാര്യല്ലേ. നിങ്ങൾ നോക്കിയേ, പറഞ്ഞു മനസ്സിലാവണുണ്ടോ നിനക്ക്? അതിൽ തുറക്കു നീ കാലമേ. ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് എഴുതിയൊരു കവിതയാണ്.
അതിൻ്റെതായ അർത്ഥത്തിലും ഭാവത്തിലും നീ പാടണം. പാട്ട് പാടി നീ കുർബാന കുളവാക്കരുത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഈ ഇണത്തിൽ പറയാൻ നന്നായിരിക്കും. വാതിൽ തുറക്കൂ നീ കാലമേ. ഇങ്ങനെ വേണം തുടങ്ങാൻ. പിന്നെ നിന്റെ ഉചിതം പോലെ റിഹേഴ്സൽ എടുത്ത് എങ്ങനെ വേണേലും പാടിക്കോ. വാതിൽ തുറക്കൂ നീ കാലമേ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു.
എന്താ സ്വപ്നം കാണാണോ? ഓരോന്ന് ആലോചിച്ചങ്ങനെ. എന്നാ നമുക്ക് രണ്ടോർ കൂടി ഇരുന്ന് കുറച്ചു നേരം ആലോചിക്കാം. എക്സ്ക്യൂസ് മീ പേഷ്യന്റ്, ആ വാക്മാൻ തിരികെ കൊടുക്കണം. ഇത് 106 തൊണ്ടയ്ക്ക് ട്യൂമറായി വന്ന പേഷ്യന്റേതായിരുന്നു. അയാളിപ്പോ അതേ മരിച്ചു. ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതിന് മുമ്പ് സാധനങ്ങൾ ബന്ധുക്കളെ ഏൽപ്പിക്കേണ്ട ചുമതല എനിക്കാ. നിന്നേ, തൊണ്ടയ്ക്ക് അസുഖം വന്ന് കിടക്കുന്ന ഒരു രോഗിയോടാണോ അതേ രോഗം വന്ന് മരിച്ച ഒരാളുടെ കാര്യം വന്ന് പറയുന്നത്? തൊണ്ടയ്ക്ക് അസുഖം ഒന്ന് മരിച്ച പിന്നെ മണ്ടയ്ക്ക് അസുഖം ഒന്ന് മരിച്ചെന്ന് പറയണോ? ഈ സാധനം തനിക്ക് തിരിച്ചു കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അതിന് വേറെ കാരണം പറഞ്ഞാൽ പോരെ. ഭാവനാ സൃഷ്ടികൾ ഉണ്ടാക്കാൻ ഞാനൊരു നോവലിസ്റ്റ് അല്ല. ഒരു അച്ഛൻ്റെ ചിലപ്പോൾ നോവലിസ്റ്റും കവിയൊക്കെ ആകേണ്ടി വരും. വേണ്ട, കാഥികനും കൂടെ ആവാം. മിസ്റ്റർ, ദിവസം 4 എണ്ണം മരിക്കുന്ന ആശുപത്രിയാണത്. ഇപ്പൊ തന്നെ 208 ഒരു തള്ള പാൻക്രാസ് വീങ്ങി ചാവാൻ കിടക്കാണ്. അവർ ചാവുമ്പോ ഞാൻ റൂമിൽ വന്ന് പ്രസവിച്ചു എന്ന് പറയാം. എന്താ പോരെ? എന്താ കുന്തമുയ്യോട് നോക്കുന്നത്? സത്യമായിട്ട് പറയുന്ന ഒരു അറ്റൻഡറാണ് ഞാൻ. അപ്പൊ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയൂ. വിളിച്ചു പറയും. ഉറപ്പാണോ? ഉറപ്പാണ്. എന്നാലേ താൻ കല്യാണം കഴിക്കാൻ പോവല്ലേ? ആണെങ്കിൽ ആദ്യ രാത്രി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരോടും വിളിച്ചു കൂവും. അയ്യേ, അത് മോശമല്ലേ? എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാനുള്ളതല്ലേ ഗോപാൽജി? അങ്ങനെയും ചില സത്യങ്ങളുണ്ടോ? അതെന്ത് സത്യം? ജോൺസന് ബയോപ്സി ഉണ്ട്. ബി ബ്ലോക്കിലേക്ക് പോന്നോളൂ. എന്താ ഇത്? നോക്കി കണ്ട് നടന്നൂടെ? മുത്തച്ഛന് ഇപ്പൊ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? സാറിന് വല്ലതും പറ്റിയോ? ഒന്നും പറ്റില്ല മോളെ, ഒന്നും പറ്റിയില്ല. ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാ. പെട്ടെന്ന് ഷുഗർ അല്പം കൂടിയോ എന്നൊരു സംശയം. എന്താ സദാശിവൻ നടന്നു വലിക്കണേ? വല്ലയിടത്തും കിടന്നു വലിച്ചാ പോരെ? ആ, ഗൾഫിലുള്ള അനിയന്റെ കത്ത് വല്ലതും വന്നോ? ഈ സമയത്താണോ വിശേഷങ്ങൾ അറിയണ്ടേ? അത് ഞാനിവിടെ എന്റെ ഗുരുവായൂരപ്പ രക്ഷപ്പെട്ട്. ബെഡിൽ കിടക്കാനല്ലേ ഡോക്ടർ പറഞ്ഞത്? ആരും കൂട്ടിനില്ലാതെ ഈ കുന്തത്തേക്കാര് ഓടി നടക്കാൻ ഇതെന്താ നെഹ്റു സ്റ്റേഡിയമാണ്? അയ്യോ, എന്റെ കൊച്ചുമോള് തള്ളിക്കൊണ്ടുവന്നതാ. പെട്ടെന്ന് പിടിവിട്ടു പോയി. പിന്നെ ഒരു പോക്കായിരുന്നു. ഞാൻ വന്ന് രക്ഷിച്ചില്ലേ കാണാമായിരുന്നു. ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിന്റെ ബേസ്മെന്റിൽ കിടന്നേനെ. അങ്ങ് ഒരു പോക്ക് പോയേനെ. ഓ, ഇയാളുടെ വർത്താനം കേട്ട ഓശാരത്തിലാണ് ചെയ്യുന്നത് തോന്നുമല്ലോ. വരുന്നതിന് പോകുന്നതിന് ശരിക്ക് എന്നെ വിളിക്കല്ലേ? പിന്നെന്താ? തന്നെ രക്ഷിച്ചതിന്റെ കരണക്കുറ്റിക്ക് അടിക്കണം. പോയി കിടന്നുറങ്ങ് മൂപ്പിന്നെ, നന്ദിയില്ലാത്ത ജന്തു. ആഹാ, താനൊരു ന്യായീകരണവും പറയണ്ട. എത്ര രൂപയുടെ നാശനഷ്ടങ്ങൾ താൻ ഉണ്ടാക്കിയത്? ഈ നിമിഷം തന്നെ പിരിച്ചു വിടേണ്ടതാ. ഒരു രോഗിയെ രക്ഷിക്കാനുള്ള തീവ്ര യത്നത്തിനിടയിൽ താൻ ഒരു രോഗിയെ രക്ഷപ്പെടുത്താൻ നോക്കിയ കാരണം ഇപ്പൊ എത്ര രോഗികൾ ഇന്റൻസീവാണെന്ന് അറിയാമോ? അറിയാം സർ, മൊത്തം 7 പേർ. ഏകദേശം 10,000 രൂപയുടെ സാധനങ്ങളും നശിപ്പിച്ചു. അതുകൊണ്ട് അടുത്ത മാസം മുതൽ തന്റെ പകുതി ശമ്പളം കട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർ, പവർ കട്ടും പണക്കട്ടും കൂടി താങ്ങാനാവില്ല സർ. ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്ന എനിക്ക് പകുതി ശമ്പളം പരിപ്പോടമാക്കാൻ പോലും തികയില്ല. ഇന്നു മുതൽ വട തിന്നണ്ട, തനിക്ക് പോവാം. അപ്പൊ ശമ്പളം പാതിയെ തരൂ. ചിറ്റേടത്ത് ഹേമകുമാരി നിന്നെ കണ്ടൂന്ന് വെച്ച് ആ കുട്ടി നാട്ടിൽ ചെന്ന് നിന്റെ അപ്പച്ചനോട് വിവരം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞാൽ അപ്പച്ചൻ വല്ലാണ്ട് വിഷമിക്കും. ചേടാ, ഇവന്റെ വർത്തമാനം കേട്ട ഏതാണ്ട് ചാകാൻ കിടക്കുന്ന രോഗിയെ പോലെ ഉണ്ടല്ലോ. അപ്പൊ ചറിഞ്ഞു തന്നെ ഇരിക്കട്ടെ. 2-3 ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് മടങ്ങി പോകുന്നതോടെ പ്രശ്നം തീർന്നില്ലേ? സത്യം പറയണം, 2-3 ദിവസം കൊണ്ട് ഭേദമാകുന്ന രോഗമാണെന്ന് ചേട്ടന് തീർത്ത് പറയാൻ കഴിയൂ. എന്നോടൊന്നും ഒളിച്ചു വെക്കണ്ട, എന്ത് തന്നെയാലും പറഞ്ഞോളൂ. കൈ വലിച്ചൊരെണ്ണം പൊട്ടിച്ചെന്നുണ്ടല്ലോ. പണ്ട് വടക്കം വരെ ഒരു ഗാനമേള വണ്ടി വൈകി ചെന്നതിന് സംഘാടകർ എനിക്കിട്ട് പൂശിയത് പോലെ ഇരിക്കും. 3 ദിവസം ഉണ്ടായിരുന്നു ഇടത്തെ കവിളിൽ നീര്. എടാ കിഴങ്ങ, ഒരു ഫോർമാലിറ്റിക്ക് ചില ടെസ്റ്റുകൾ നടത്തുന്നേ ഉള്ളൂ. നീ ഒന്ന് ധൈര്യം കാണിക്ക്. ഞാൻ പോയി നല്ല ചൂട് ചായ വാങ്ങിച്ചോണ്ടിരാം. വട വേണോ?
വേണ്ടായിരിക്കും. ഇങ്ങനെ അനങ്ങാതെ വീർപ്പിച്ചിട്ടിരിക്കുന്നതാ കുഴപ്പം. ഒരു മൂളിപ്പാട്ടൊക്കെ പാട്. ഈ ഫിസിയോതെറാപ്പി എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തൊണ്ടയ്ക്കും വേണം ചെറിയ തെറാപ്പി. മധുമാരി ഗീതാ മധുര സുധാവാദി മാമവ മാധവ മധുമാതി ഗീതാ മധുര സുധാവാദി മാമവ മാധവ മധുമാധി ഗീതാ മധുര സുധാവാദി മാമവ മാധവ മധുമാധി ഗീതാ മധുര സുധാവാദി മാമവ മാധവ മധുമാധി കോമള പിഞ്ച വിലോലം കേശം ശ്യാമമനോഹര ഘനസങ്കാശം കോമള പിഞ്ച വിലോലം കേശം ശ്യാമമനോഹര ഘനസങ്കാശം നിർജിത ഭുവന സുമോഹനഹാസം വന്ദേ ശ്രുതജനപാലകമനീശം പരകേദാരം ഗോപീജാനം നമാമി ദാമോദരം ശ്രീധരം പരകേദാരം ഗോപീജാനം നമാമി ദാമോദരം ശ്രീധരം. മാമവ മാധവ മധുമാതി ഗീതാ മധുര സുധാവാദി മാമവ മാധവ മധുമാതി നതമുനിനികരം നന്ദകിശോരം വിശ്വാധാരം ധൃതസുമഹാരം നതമുനിനികരം നന്ദകിശോരം വിശ്വാധാരം ധൃതസുമഹാരം കലുഷവിദൂരം യേദുകുലഹീരം വന്ദേ സതതം ഹതചാനൂരം. എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്? ആര് ശല്യം ചെയ്തെന്നാ? ഞാൻ പോകുന്നിടത്തൊക്കെ പുറകെ നടന്ന് പാടുന്നു പോരാഞ്ഞിട്ട്. മാമവ മാധവ സാനിധ നിധ മഗരിസ മാമവ മാധവ നിസഗരി സദനി നിധ മഗമപ മഗരിസ മാമവ മാധവ నిసగరి సగమని దమ గమని నిసగరి గమని దని దని దమ దని సని సగరిగ మని దని మామవ మాధవ నిని స స స సని
గమ నిద మని ని గరి దని ద నిద తిద నిద దని ద మ గరి గరి దని తిద నిద నిద గరి దని తిద నిద గరి దని 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 ద మ గమ గరి ద మా మవ మాధవ మధుమాతి വണ്ടി തിരിച്ചിട്ടോ. സ്വാമി, നാളെ ചെങ്ങന്നൂർ ഒരു ഗാനമേള ഉണ്ട്. ഹാവു, അതാണോ? എല്ലാം മംഗളമായി വരും. അനുഗ്രഹിച്ചിരിക്കണോ? അനുഗ്രഹിച്ചാൽ മാത്രം പോരാ സ്വാമി, ഒന്ന് കടാക്ഷിക്കുകയും കൂടെ വേണം. കാര്യം എന്താ? ട്രൂപ്പിലെ പ്രധാന ഗായകൻ പ്രസാദ് മൈക്ക് സെറ്റുകാരൻ വാർണിയുടെ മോള് സെലീനയായിട്ട് ഒളിച്ചോടിപ്പോയി. ഫുൾ ട്രൂപ്പുമായിട്ട് അവിടെ ചെന്നില്ലെങ്കിൽ സംഘാടകർ എന്റെ എല്ലാവരും. കഷ്ടായി പോയല്ലോ. ഇനി എന്താ ചെയ്യാ? ഒരു ദിവസത്തേക്ക് സ്വാമി വന്നൊന്ന് പാടിത്തരണം. വെട്ടിത്തം പറയുന്നോ? ഞാൻ ഗാനമേളയ്ക്ക് പാട്. അല്ല, സിനിമയിൽ വന്നിട്ടുള്ള ക്ലാസിക്കൽ പാട്ടുകൾ ഏതെങ്കിലും മതി സ്വാമി. അങ്ങനെ ധാരാളം പാട്ടുകളുണ്ടല്ലോ. എന്തോ മകാനോബ കൃഷ്ണ നീ ബേകന നിന്നു കോരി വന്ന നഗുമോവോ നിർത്തോ. കുഴപ്പമില്ല, ഒരു ദിവസത്തേക്കല്ലേ സ്വാമി, ജനം ക്ഷമിച്ചോളൂ. ക്ഷമിക്കേ? അല്ല, പ്രസാദ് വരാത്ത ജനം ക്ഷമിച്ചിട്ട് സ്വാമിയുടെ പാട്ട് ആസ്വദിച്ചോളൂ എന്ന്. ഇങ്ങനെയുള്ള സദസ്സുകളൊന്നും ഞാൻ പാടാറില്ലെന്ന് തനിക്ക് അറിയില്ലേ? താൻ പൊക്കോളൂ. ശരി സ്വാമി, ഞാൻ പോവാം. നാളെ രാവിലത്തെ പത്രത്തില് എന്റെ ചരമവാർത്ത കണ്ടാൽ സ്വാമി ഞെട്ടരുത്. പറ്റുമെങ്കിൽ 1-2 ചെമ്പരത്തി പൂക്കൾ എന്റെ ഡെഡ് ബോഡി വെച്ചേക്കണം. നിക്ക, തൽക്കാലം എന്റെ ശിഷ്യനെ വിട്ടുതരാം. എന്താ വണ്ടി ഉണ്ട്? അതാണ് ആള്. ശ്രീകൃഷ്ണ ഭഗവാന് ഗോക്കള മേയ്ക്കാനും പാട്ട് പാടാനും ഒക്കെ അറിയാമായിരുന്നു. ഇവനെ കണ്ടിട്ട് ചാണകം വരാനേ കൊള്ളാവുന്നാ തോന്നുന്നത്. പിന്നെ സ്വാമി പറഞ്ഞല്ലേ, എന്തെങ്കിലുമൊക്കെ കോപ്പ് കൈ കാണും. ഇത് കുത്തുവോ? കുത്തില്ല, അല്ലെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ അടിപൊളി ആയിമൂട്ടി കേട്ട് കാണും. ധാരാളം കേട്ടിട്ടുണ്ട്. താങ്ക് യു. ജയിലിൽ നിന്ന് എപ്പോ ഇറങ്ങി? ജയിലോ? നെല്ലിക്കുന്ന് കൊലക്കേസിലെ 1-ാം പ്രതിയല്ലേ? അയ്യോ, അത് വേറെ. ഞാൻ സെഞ്ചുറി ഗാനമേള ട്രൂപ്പിന്റെ ഓണറാ. മാപ്പിള പാട്ടിന്റെ 25ഓളം കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ തമിഴ് ഹിന്ദി പാട്ടുകൾ പാടുന്ന ഞാനാ. എന്റെ ഗാനമേള ട്രൂപ്പിൽ പാടാൻ ഒരു അവസരം തന്നാൽ പേരെന്താ പറഞ്ഞത്? റാഫേൽ. റാഫേലിന് ജീവിതകാലം മുഴുവൻ എന്നോട് കടപ്പാട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നതിൽ തെറ്റുണ്ടോ? ഉണ്ട്. തെറ്റുണ്ടെന്ന്. കാരണം ഗാനമേളയ്ക്ക് പാടാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറയരുത്. ഈ ഗാനമേളകളിലൂടെയാണ് ഗായകന്മാര് വളരുന്നതും ഉയരുന്നതും. ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുക. അത് നിർത്തണമെന്ന് ആര് പറഞ്ഞു? ഈ ശാസ്ത്രീയ സംഗീതത്തിന്റെ അടുത്തുള്ളവർക്ക് ലളിത സംഗീതം വളരെ എളുപ്പമായിരിക്കും. പ്ലീസ്, ഇനിയുള്ള കാര്യം പറയാലോ. വേറെ ഒരു വഴി ഇല്ലാത്തോണ്ടാ എന്റെ ട്രൂപ്പിലെ മെയിൻ സിംഗർ മുങ്ങി. റാഫേൽ എന്നെ ഒന്ന് രക്ഷിക്കണം. രാമസ്വാമി ഭാഗവതർ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. സ്വാമി, ആ കന്നാലി ഇതേവരെ വീട്ടിൽ വന്നിട്ടില്ല. സ്വാമി കണ്ടോന്? റാഫേലെ, ആ ഗാനമേളക്കാരുടെ കൂടെ പാടാൻ പോയി കാണും. ഗാനമേളക്കാരോട് പാടാൻ പോയേക്ക? അവനെ ഞാൻ ഇന്ന് കൊല്ലൂട്ടോ. പാടാൻ പോയി. മാത്രമല്ല, ഇങ്ങനെ ഒരു ഫൈൻ ആർട്ട് സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് കലാപ്രേമികളായ നിങ്ങൾ ഓരോരുത്തരുടെയും പരിപൂർണമായ പിന്തുണ അത്യാവശ്യവുമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഫൈൻ ആർട്ട് സൊസൈറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ്. അടുത്തതായി എനിക്ക് സിദ്ദിഖ് സാറിനെ ഒന്ന് കാണണം. അദ്ദേഹത്തിന് ഒരു ഫോൺ വന്നിട്ടുണ്ട്. ഞാൻ ഇതിന് ബന്ധുവാണ്. തിരക്കിനിടയിലും ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. എന്താ എന്നാ ഇനി മദ്രാസിലേക്ക്? നാളെ രാവിലെ. അടുത്ത പടത്തിന്റെ കാര്യം? ഓ, ഒന്നും തീരുമാനമായിട്ടില്ല ഇതുവരെ. പാർട്ടി കഴിഞ്ഞ് പോയപ്പോ? അയ്യോ, വേണ്ട. അപ്പൊ പോയിട്ട് വരാം. ശരി, ഓക്കെ, സന്തോഷം. ഞാൻ അടിപൊളി അയിമൂട്ടി ഈ ട്രൂപ്പിന്റെ ഓണറാ. അഭിനയിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. സാറിന്റെ പടത്തിന് ഒരു ചാൻസ്. ഓക്കെ, ഞാൻ സാറിനെ കോൺടാക്ട് സാർ. എന്താ ഇത്? ധൈര്യമായിരിക്കും. പടച്ചോൻ സഹായിച്ച് എല്ലാം ഭംഗിയായിട്ട് വരും. പിന്നെ നിന്റെ പേരൊരു പ്രത്യേക വെയിറ്റ് കൊടുത്ത് അനൗൺസ് ചെയ്യാൻ പോണേ. അതൊക്കെ നോക്കിക്കോ. പ്രിയമുള്ളവരെ,
ഈ വേദി ഞങ്ങൾക്കിവിടെ ഒരുക്കി തന്ന സാഗരയ്ക്കും നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ അടിപൊളി നമസ്കാരം. കൊച്ചിൻ സെഞ്ചുറിയുടെ ഗാനമേള ആരംഭിക്കുകയാണ്. ആദ്യ ഗാനം ആലപിക്കുന്നത് പ്രശസ്തിയിലേക്ക് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന യുവഗായകൻ മുഹമ്മദ് റാഫേൽ. റാഫേൽ, എന്തായി അനൗൺസ് ചെയ്തത്? അതൊക്കെ ഒരു ടെക്നിക്കാണ്. നീ ചെല്ല ചെല്ല. Ready? 1, 2, 3, 4. ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ, ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ. ഇതുവരെ ചൂടാത്ത പുളകങ്ങൾ, ഇതളിട്ടു വിടരുന്ന സ്വപ്നങ്ങൾ, ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ, ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ. മിഴിയിൽ ഞാനലിയുമ്പോൾ സ്വർഗം ഭൂമിയിൽ തന്നെ, ഈ നീലമിഴിയിൽ ഞാനലിയുമ്പോൾ സ്വർഗം ഭൂമിയിൽ തന്നെ. ഈ മണിമാറിൽ തല ചായ്ക്കുമ്പോൾ ജന്മം സഫലം തന്നെ. ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ. എൻ മനമാകും വല്ലകിയിൽ നീ ഏഴു സ്വരങ്ങളുണർത്തി, എൻ മനമാകും വല്ലകിയിൽ നീ ഏഴു സ്വരങ്ങളുണർത്തി. ഏകാന്തതയുടെ പാഴ്മരുവിൽ നീ ഏഴു നിറങ്ങൾ ചാർത്തി. ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ. ഇതുവരെ ചൂടാത്ത പുളകങ്ങൾ, ഇതളിട്ടു വിടരുന്ന സ്വപ്നങ്ങൾ, ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ. ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ. സരിഗ
గరి గమ గమ పమ్మ పద పద నిజ గరి గరి జని రి జరి జని ద సని ద పమ గరి గ స సని ద పమ గరి గ స సని ద పమ గరి గ స ഇത്ര മധുരിക്കുമോ പ്രേമം ഇത്ര കുളിരേകുമോ ഇത്ര മധുരിക്കുമോ പ്രേമം ഇത്ര കുളിരേകുമോ അതാരാണെന്ന് അറിയോ? എന്റെ മോനാ, എന്റെ മോൻ. റാഫേലേ, മോനെ റാഫലേ. എന്താ പച്ചാ? മേടിച്ച് നിൽക്കാണ്ട് പിടിച്ചിറക്കി കൊടുറ പിശാചേ. കാശ് കിട്ടിലോ? പോകളോ. നീ എന്തുട്ടാ പന്തങ്ങണ്ട പെരിച്ചാഴിനെ പോലെ നോക്കി നിക്കണേ? അതങ്ങട്ട് തുറക്കണ ശവി. ഈ പിയാനോ നിനക്കുള്ളതാ. ഇനി ഇതും കൊട്ടിയോടി ഇരുന്നോളണം. ഇറച്ചിക്കടയിലേക്ക് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പോട്ടി അരിഞ്ഞാൻ പട്ടിക്കാ കൊടുക്കും. എടാ, എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങിയാ അതിലൊരു ശ്രദ്ധ വേണം. അല്ലാണ്ട് കന്നാലയുടെ തോലും കഴുകി കടന്നാ പോരാ. നിങ്ങളത് നോക്കേ, മനസ്സിലാവുണ്ടോ നിനക്ക്? ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ. ഇതല്ലേ വീട്? റാഫേൽ, റാഫേൽ, റാഫേൽ. എന്തുകൊണ്ടാ അവനെ വീട്ടിലിരുത്തി 4 ലക്ഷം പറഞ്ഞു കൊടുക്കാൻ സമ്മതിക്കില്ലേ? പുതിയ പിയാനോ പാടിച്ചോണ്ടിരിക്കയാണ്. ഇപ്പൊ ശല്യം ചെയ്യണ്ട. ആഹാ, എന്താ ഇതെല്ലാരും കൂടി? എടാ, നമ്മുടെ ഓഫീസിൽ കമ്പി ഒന്നും. കമ്പി വന്നെങ്കിൽ ഇവിടെ അട്ടിയുണ്ട് മറിയുണ്ട്. അവരെ വിളിച്ച് ലോറിയിൽ നിറക്കാൻ നോക്ക്. എന്തുകൊണ്ടാ അവനെ വിളിക്കണേ? അയ്യോ ചേട്ടാ, ആ കമ്പിയല്ല, മദ്രാസിന്ന് ദാ ടെലിഗ്രാം. റാഫേലിന് സിനിമയിൽ പാടാൻ ചാൻസ് വന്നിരിക്കുന്നു. സിനിമേലാ? ആ നേരണ. ആ നേരന്ന്. സിനിമയിലൊക്കെ പാടി വലിയ ആളായി കഴിയുമ്പോ ഈ പാവങ്ങളൊക്കെ മറന്നുകളയോ ആവോ? കളിയാക്കണ്ട. ചിറ്റേടത്തെ മാധവ മുതലാളിയുടെ മോള് കശാപ്പുകാരന്റെ മോനെ മറന്നു കളയാണ്ടിരുന്നാ മതി. മറന്നു കളയാനായിരുന്നെങ്കിൽ ഇങ്ങനെ ശല്യം ചെയ്ത് കൂടെ കൂടുന്നായിരുന്നോ? നല്ല കാര്യത്തിനാന്ന് വെച്ചാലും പോണെന്ന് കേട്ടപ്പോ മനസ്സിന് എന്തോ ഒരു വിഷമം. അതിന് ഞാൻ അവിടെ സ്ഥിരതാമസമാക്കാനെന്നല്ലല്ലോ പോകുന്നത്. അദ്ദേഹം ക്ഷണിച്ചു, പോകുന്നു. പരാജയം ഉറപ്പാക്കി ഉടനെ ഞാനിങ്ങ് വരില്ലേ? ഏയ് ഇല്ല, ഒക്കെ നന്നാവുള്ളൂ. എനിക്കറിയാം. റാഫേൽ ഒരു വലിയ പാട്ടുകാരനാവാൻ ഭഗവതിയോട് ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് ആരാധകന്മാരൊക്കെ ഉണ്ടാവുമ്പോ മറക്കരുതെന്നൊരു അപേക്ഷയുള്ളൂ. മദ്രാസിൽ എത്തിയാൽ ഉടനെ വിവരത്തിന് പള്ളിമേടലേക്ക് ഫോൺ ചെയ്യുന്നട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, എന്റെ മോനെ തന്നെ ഏൽപ്പിക്ക. എപ്പോഴും ഒരു കണ്ണുണ്ടാവണം. കാർലോസ് ഏറ്റൊന്ന് പേടിക്കാണ്ടിരിക്കുക. കൂട്ടം തെറ്റി പോകാൻ അവനെന്താ ആട്ടിൻകുട്ടിയാണോ? അവിടെ ചെന്നിട്ടുള്ള കുളി ചൂടുവെള്ളത്തിലാക്കിയാ മതി. വെള്ളം മാറി കുളിച്ച് ശീലമില്ലാത്തല്ലേ. സ്വരശുദ്ധി നോക്കണം. ഇത് ഇത്തിരി പോലെ ഉള്ളൂ. അച്ഛന് വേറെ തരാം. എന്റെ പൊന്ന് കാർലോസ്, തനിക്ക് ഇന്നെങ്കിലും കുടിക്കാതിരുന്നു കൂടെ? ആ ചെക്കനോട് നല്ല കാര്യത്തിന് പോകുമ്പോൾ ഇത് ഞാനൊരു മദ്യപാനം. എല്ലാറ്റിലും വലുത് മദ്യല്ലേ, പിന്നെങ്ങനാ? അതുകൊണ്ടല്ലോ ഈ കന്നാലിനെ പിരി ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ലേ. പോണതാണെങ്കിലും ഒരെത്തും പിടിയില്ലാത്ത നാട്ടിലേക്കും എങ്ങനെ ഒരു മനസ്സമാധാനം ഉണ്ടാവുക? അപ്പച്ചൻ വിഷമിക്കണ്ട. റെക്കോർഡിംഗ് കഴിഞ്ഞാൽ ഉടൻ ഞാൻ തിരിച്ചു വരില്ലേ? മതി. ഇനി സംസാരിച്ചോണ്ടിരുന്ന ട്രെയിൻ അങ്ങ് പോകും. വരട്ടെ. അപ്പച്ചൻ പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ല. ശരി. എരിഞ്ഞു മൂകവേദനയിൽ പ്രഭാമയം എന്റെ ഹർഷങ്ങൾ. എരിഞ്ഞു മൂകവേദനയിൽ പ്രഭാമയം എന്റെ ഹർഷങ്ങൾ. പ്രഭാമയം എന്റെ ഹർഷങ്ങൾ. പ്രഭാമയം എന്റെ ഹർഷങ്ങൾ. വ്യഥാപരിശൂന്യ നിമിഷങ്ങൾ സുധാരസരമ്യയാമങ്ങൾ
മിനിറ്റ്. ആ. ബുധനാഴ്ച എന്തായാലും ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ആയിട്ടുണ്ട്. പുതിയ ആളെ വെച്ചൊരു പരീക്ഷണം വേണോ? നമുക്ക് കഴിഞ്ഞ സെറ്റപ്പ് തന്നെ പോരെ? ആ പയ്യൻ നന്നായിട്ട് പാടും, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നേ. ശരി, സാറിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓക്കെ. റാഫേൽ, നമുക്ക് ടേക്ക് ട്രൈ ചെയ്താലോ? ആ റെഡി സർ. സൈലൻസ് പ്ലീസ്. സൈലൻസ്. സ്റ്റാർട്ട്. റോളിംഗ്. 1 2 3 4. മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാ രാത്രി. മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാ രാത്രി. മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാ രാത്രി. കലാലോലം കടാക്ഷങ്ങൾ മനസ്സിൽ കൊണ്ടൊരാ രാത്രി. കലാലോലം കടാക്ഷങ്ങൾ മനസ്സിൽ കൊണ്ടൊരാ രാത്രി. മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാ രാത്രി. കൗമുദിയിൽ പ്രശോഭിതം എന്റെ സ്മൃതിനാളം. പ്രിയേ നിൻഹാസ കൗമുദിയിൽ പ്രശോഭിതം എന്റെ സ്മൃതിനാളം. സദാ പൊരിയുന്ന ചിന്തയിൽ നീ സഖി കുളിരാർന്ന കുഞ്ഞോളം. സദാ പൊരിയുന്ന ചിന്തയിൽ നീ സഖി കുളിരാർന്ന കുഞ്ഞോളം. മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാ രാത്രി. എരിഞ്ഞു മൂക്കവേദനയിൽ പ്രഭാമയം എന്റെ ഹർഷങ്ങൾ. എരിഞ്ഞു മൂക്കവേദനയിൽ പ്രഭാമയം എന്റെ ഹർഷങ്ങൾ. വൃഥാ പരിശൂന്യ നിമിഷങ്ങൾ സുധാരസരമ്യയാമങ്ങൾ. വൃഥാ പരിശൂന്യ നിമിഷങ്ങൾ സുധാരസരമ്യയാമങ്ങൾ. മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാ രാത്രി. മറന്നോ നീ
നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാരാത്രി കലാലോലം കടാക്ഷങ്ങൾ മനസ്സിൽ കൊണ്ടൊരാരാത്രി കലാലോലം കടാക്ഷങ്ങൾ മനസ്സിൽ കൊണ്ടൊരാരാത്രി മറന്നു നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാരാത്രി